അർജുൻ, ഗുഡ് ഈവനിങ്. കൊച്ചിയിൽ അപകടങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ഓരോ വർഷം കഴിയുന്തോറും ആ അപകടങ്ങളിൽ തന്നെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. പല അപകടങ്ങളും വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളെ വാഹനം നിയന്ത്രണം വിട്ട് വന്നിടിക്കുന്നതടക്കം നമ്മൾ CCTV ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടുന്ന സാഹചര്യം അടക്കമുണ്ട്. കൊച്ചിയിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ബോധവൽക്കരണങ്ങളൊന്നും ഫലം കാണുന്നില്ലേ അർജുൻ? സുജിയ, ഒരു വർഷം എറണാകുളം ജില്ലയിൽ ഉണ്ടാകുന്ന വാഹനാപകടങ്ങളുടെ എണ്ണം അത് 2018-ൽ 6000-ന് താഴെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ വർഷമായി അത് 7000-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ വാഹനാപകടങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ പോലും മരണനിരക്ക് ഉയരാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കുറക്കാൻ കഴിയുന്നില്ല എന്നൊരു വാസ്തവം അവർ പറയുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ 2020-ന് ശേഷം കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം ആളുകൾ കൂടുതലായി സ്വകാര്യ വാഹനം വാങ്ങുകയും സ്വകാര്യ വാഹനങ്ങൾ കൂടുതൽ നിരത്തുകളിലേക്ക് എത്തുകയും ചെയ്തു. ഇത് ഈ വാഹനാപകടങ്ങൾ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി. പക്ഷേ അതിനുശേഷമാണ് ഈ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് കർശനമായി നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പിറക് സീറ്റിലടക്കം ഈ ഹെൽമറ്റ് നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കാറുകളിൽ സീറ്റ് ബെൽറ്റ് വളരെ കർശനമായി തന്നെ നടപ്പാക്കാൻ തീരുമാനിക്കുന്നത്. ഇത്തരം നടപടികളിലൂടെയാണ് ഇത്തരത്തിൽ ഈ മരണനിരക്ക് കുറക്കാൻ കഴിഞ്ഞത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി നഗരത്തിനോട് ചേർന്ന ഗോശ്രീ പാലത്തിനോട് ചേർന്നുള്ള ഗോശ്രീ ജംഗ്ഷനിലാണ്. ഇവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ ഒന്ന് ഈ ജംഗ്ഷനാണ്. ഇവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അടക്കം ഇത്തരത്തിൽ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു എന്നതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ജംഗ്ഷനിലേക്ക് 6ഓ 7ഓ ഭാഗത്തു നിന്നുള്ള റോഡുകൾ വന്നു ചേരുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഈ റോഡ് മുറിച്ചു കടക്കാൻ വാഹനങ്ങൾക്ക് സഹായമാകുന്ന തരത്തിലുള്ള സൂചനാ ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ സിഗ്നൽ ലൈറ്റുകളോ ഇല്ല. ഇത് അപകടങ്ങൾ വർദ്ധിക്കാൻ ഏറെ കാരണമാകുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഈ കണ്ടെയ്നർ ലോറിയും ഇത്തരത്തിൽ കൂടുതലായി പോകുന്നുണ്ട്. കണ്ടെയ്നർ റോഡ് ചേരുന്ന സ്ഥലമാണ്. അത്തരത്തിൽ കൂടുതൽ വാഹനങ്ങൾ ഈ മേഖല വഴി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല ഭാഗങ്ങളിലും കൂടുതൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സിഗ്നൽ സംവിധാനങ്ങളും ഒരുക്കണം എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അപകടങ്ങൾ കൂടുന്നുണ്ട്, പക്ഷേ ഈ മരണനിരക്ക് കുറക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഒരു വാദം. അതോടൊപ്പം തന്നെ കൊച്ചി നഗരം പ്രത്യേകിച്ച് ഈ സിറ്റി മേഖലയിൽ അപകടങ്ങൾ കൂടുന്നുണ്ട്. അവിടെ പക്ഷേ മരണനിരക്ക് കുറവാണ്. പക്ഷേ അപ്പോഴും റൂറൽ മേഖലയിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ അപകടങ്ങൾ കുറയുമ്പോൾ പോലും മരണനിരക്ക് കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഹെൽമറ്റും മറ്റും അത്തരത്തിൽ അലക്ഷ്യമായി ആ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പലരും സഞ്ചരിക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇടാതെ സഞ്ചരിക്കുന്നു. ഇതൊക്കെ തന്നെ മരണനിരക്ക് കൂടാൻ കാരണമാകുന്നു എന്നാണ്. കൂടുതൽ അപകടമുണ്ടാകുന്ന തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും വിവരങ്ങളാണ് നമുക്കിപ്പം ഇപ്പോൾ അർജുൻ മട്ടന്നൂരും പങ്കുവച്ചത്.